പൊന്നമ്മ ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞില്ലേ ആ ബ്യൂട്ടി പാർലറിൽ പോവില്ലെന്ന്. ശരി തന്നെ, ഞാൻ അന്ന് കാര്യമാക്കിയില്ല. ഇന്ന് 2 ദിവസമായി മുഖം ഭയങ്കര ചൊറിച്ചില്. നിങ്ങൾക്ക് അത് തന്നെ വേണം. അവന് വരെ അറിയാം. എന്തോന്നേ എന്താടാ ചൊറിച്ചില് ചേട്ടാ, ചൊറിച്ചില്ല. ബ്യൂട്ടി പാർലറില് ഇതിന്റെ പേരും പറഞ്ഞ് 2 ദിവസമാണ് നീ എന്റെ കടയിൽ വന്നിട്ട്. അറിയടാ ചൊറിച്ചില്, അവന്റെ ചൊറിച്ചില്. അത് എന്നെ കടയിൽ കാണാമായിരുന്ന 2-3 ദിവസം അപ്പോഴും മുങ്ങിയാലേ ശരിയാവത്തുള്ളൂ. ഇതെന്തെന്ന് സംഭവം എന്തെന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്ത ഇവിടെ തുടങ്ങിയത്. ഇപ്പൊ അടുത്ത് തുടങ്ങിയാമ്മ. അവിടെ അത് ആരാണ് തുടങ്ങിയെന്നാ ലൈസൻസ് ഉണ്ടാ എന്തോന്നാണ് നിന്റെ മുഖത്ത് വാരി തേച്ചത്? വല്ല ബോധം ഉണ്ടാണോ നിനക്ക് അറിയാം? പെണ്ണ് കേട്ടാ പോണോ? ഒന്നുകൂടെ പെണ്ണ് കേട്ടാ പോണോ? നീ ഇന്നാണ് ഒരു ദിവസം പോയിട്ടുണ്ടോ? അല്ല, സംഭവം എന്ന് വെച്ചാൽ നമ്മള് അതൊരു സുഹൃത്തിന്റെ ഒരു കടയിൽ കയറി, ഹിന്ദിക്കാരമായിട്ടിരിക്കുന്ന കടയാണ്. ഇവിടെ കയറി മുടി വെട്ടാൻ വേണ്ടി കയറിയപ്പോ അവന്മാർ പറഞ്ഞു നല്ല ഐറ്റം ഫേഷ്യൽ ഉണ്ട്, ഗോൾഡ് ഫേഷ്യൽ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഫേഷ്യല് ചെയ്യാൻ പറഞ്ഞ ഇരുന്നു, ഫേഷ്യൽ ചെയ്തു. വീട്ടിൽ വന്നപ്പോ മൊത്തം നീര് മാത്രമല്ല പുള്ളി പൊട്ടിയിരിക്കുന്നു. പലർക്കും പല സാധനങ്ങളും അലർജിയാണ്. ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. ഇതെല്ലാം കെമിക്കലാണ്. പിന്നെ എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കെമിക്കലാണ്. ഇത് എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ തരത്തിലാണ്. അത് പ്രതികരിക്കുന്ന പല തരത്തിലായിരിക്കും. ചിലർക്ക് ഭയങ്കര വിഷയമാണ്. അതാണ് ഈ ഡൈ ഒക്കെ അടിക്കുമ്പോഴേ സാറേ, ചിലർക്ക് ഒരേ ഡൈ മറ്റുള്ളവർക്ക് പ്രശ്നമായിരിക്കും, ചിലർക്ക് പ്രശ്നങ്ങൾ. നമ്മളുടെ ഓരോ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സ്കിന്ന് ഇതെല്ലാം പല തരത്തിലാണ്. അപ്പൊ നമുക്ക് പറ്റുന്ന മാത്രം ഉപയോഗിച്ചാൽ പോരെ. അല്ല, അത് ചില ഡൈയിലൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്. എന്നാലും ഈ കെമിക്കലുകൾ ഉപയോഗിക്കാതിരുന്നാ പോരെ. അല്ല സാർ, വേറെ സംഭവം ഇതിപ്പം നമ്മള് ഡൈ ആവട്ടെ, മുഖത്ത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളാവട്ടെ, ഇത് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന മാന്യമായിട്ട് നടത്തുന്ന ഒരു കടയിൽ കയറിയിട്ടൊക്കെ ചെയ്യാം. ഓൾറെഡി ഇത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ പോലും മനുഷ്യർ ചെന്നാൽ അത് ലൈസൻസോ അതിനായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരു കടയിൽ കയറി ചെയ്യാം. അറിവില്ലാത്ത കടയിൽ ചേർത്ത് അറിഞ്ഞൂടാതെ എന്തെങ്കിലും കാര്യം നോക്കി കഴിച്ചാൽ അത് എപ്പോഴായാലും പെട്ടെന്ന്. അല്ല, ബംഗാളിയും കുറ്റം പറയാൻ പറ്റൂല. ഈ ബംഗാളി കയറി ചെന്ന് ചെയ്തു കൊടുത്തതും ബംഗാളിയാണ്. അവന്റെ നാട്ടുകാരനായതുകൊണ്ടായിരിക്കും ചിലപ്പോ പോയത്. പാവപ്പെട്ടോ തന്നെയല്ലേ അവന്റെ നാട്ടുകാരൻ തന്നെ പണി കൊടുത്ത്. നന്നായി നന്നായി. എന്തായാലും അവനെങ്കിലും ഒന്ന് പറഞ്ഞു, അവന്റെ ഭാഷയ്ക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അത് വേണ്ടില്ലായിരുന്നു. സത്യം. ഇത് മുഖേന ഗുണം എനിക്കാണ് വന്നത്. ആള് കൂടുതൽ കാരണം എന്റെ കടയിൽ. സ്വാഭാവിക പ്രകൃതിയാൽ ഉണ്ടാകുന്നത് തന്നെ നിലനിർത്താൻ ശ്രമിക്കുക.